ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ശല്യക്കാരായ ഈ എലിയെയും പല്ലിയെയും പാറ്റയെയും അതുപോലെ തന്നെ പെരിച്ചാഴിയൊക്കെ തുരത്താൻ പറ്റിയ കിട്ടിലും ടിപ്പുമായിട്ടാണ് കേട്ടോ. നമ്മളിത് ഒറ്റ തവണ യൂസ് ചെയ്താൽ മതി, നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന നല്ല ടിപ്പുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ ഓടിക്കാൻ പറ്റിയ കിഡിലും ടിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ സവോളയാണ് എടുത്തിരിക്കുന്നത്. നല്ല സവോളയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ മുളച്ചതും അതുപോലെ തന്നെ കേടായ സവോളയൊക്കെ ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും മതി. ഞാനതാ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇതുപോലെ എൻ്റെ അടുത്ത് മുളച്ച് കിടക്കുന്നുണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയുടെ ഈ ഒരു ഞെട്ടാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതാണ് ഏറ്റവും നമുക്ക് അത്യാവശ്യമായി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മുടെ ഈ ഒരു ടിപ്പിലേക്ക്. ഉറപ്പായിട്ട് നിങ്ങളിത് ചേർത്ത് കൊടുക്കണം, കാരണം ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി തോലോട് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കല്ലുപ്പാണ്. കല്ലുപ്പിന് പകരം പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കറിയാം, കല്ലുപ്പ് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നന്നായിട്ട് തിളച്ച വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. ഈ ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കുറേ കൂടെ നല്ല എഫക്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്, നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇമ്മീഡിയറ്റ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ടിപ്പ് കൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചൂടോട് കൂടിയുള്ള വെള്ളം, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളം, അത്രയ്ക്ക് ചൂടോട് കൂടി തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ, നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു മല്ലിയില എന്നുള്ളത് എലികൾക്കും പെരിച്ചാഴികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് കേട്ടോ. എവിടെ ഈ ഒരു സ്മെല്ലുണ്ടെങ്കിലും അവരത് തുരന്നെടുക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ല് അവർക്ക്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടിപ്പിലേക്ക് മല്ലിയില ആഡ് ചെയ്തിരിക്കുന്നത്. ഈ മല്ലിയിലയുടെ സ്മെല്ല്, നമ്മൾ ഈ ഒരു മല്ലിയുടെ ഞെട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ അവരെ, ആ ഒരു എലിയെയും പെരിച്ചാഴിയൊക്കെ ആകർഷിക്കും. അതുപോലെ തന്നെ പല്ലീനെയൊക്കെ ആകർഷിക്കും കേട്ടോ. അപ്പോൾ ഈ സൊല്യൂഷൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറേ കൂടെ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്നൊന്ന് കണ്ടു നോക്കാം. നല്ല ഒരു 3/4 ടീസ്പൂൺ നല്ല എരിവോട് കൂടിയുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി പൗഡർ, നല്ല എരിവുള്ള മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെയധികം നമുക്ക് റിസൾട്ട് കിട്ടുന്ന 100% വീട്ടിൽ പല്ലിശല്യം, എലിശല്യം, അതുപോലെ തന്നെ പാറ്റശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ആ ഒരു ശല്യമൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഡേറ്റ് കഴിഞ്ഞ് ഇതുപോലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും. അതും കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് പൊടിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് 2 ടാബ്ലറ്റാണ് പൊടിച്ചെടുക്കുന്നത്. 2 ടാബ്ലറ്റ് പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല, വേറൊരു ടിപ്പിനും കൂടെ വേണ്ടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടിപ്പിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ടാബ്ലറ്റ് ഈ സമയത്ത് തന്നെ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ടാബ്ലറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട്, നമ്മൾ 2 ടാബ്ലറ്റും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നില്ല. അതിൻ്റെ പകുതി ഭാഗം, അതായത് ഒരു ടാബ്ലറ്റ് പൊടിച്ച ആ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് മാറ്റി ഒഴിക്കാം. നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് 2 ദിവസം വരയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 100% വീട്ടിൽ അകത്തുള്ള പല്ലിശല്യം, പാറ്റശല്യം, അതുപോലെ തന്നെ എലിശല്യമൊക്കെ, വീട്ടിൻ്റെ അകത്തേക്കൊക്കെ വരുന്ന ആ ഒരു എലിനെയൊക്കെ നമുക്ക് ഓടിച്ച് കളയാൻ പറ്റും. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു റെമഡിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. നമ്മൾ സവോളയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം തന്നെ 2 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെക്കേണ്ടി വരില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു സവോളയുടെയും വെളുത്തുള്ളിയുടെയും മല്ലിയിലയുടെയൊക്കെ, ആ മല്ലിയിലയുടെ ഞെട്ടിയുടെയൊക്കെ അരപ്പ്, അതിലെ വെള്ളമൊക്കെ നമ്മൾ എടുത്ത ആ ഒരു അരപ്പ് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ
നമ്മൾ പൊടിച്ച് പകുതി ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആ ഒരു ടാബ്ലറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും ചേരത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നത്. ഈ ഒരു സ്മെല്ല് എലികൾക്കോ പല്ലികൾക്കോ പെരിച്ചാഴികൾക്കോ ഒന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. പാറ്റകൾക്ക് പോലും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കാണാൻ പറ്റും. ഒരുപാട് പാറ്റശല്യമൊക്കെ ഉള്ള വീടുകൾക്ക് 100% റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു ടിപ്പ് കൊണ്ട്. അപ്പോൾ ഞാനത് ചെറിയ ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഉണക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സ്പ്രേ ഒന്നും അടിക്കാൻ പറ്റാത്ത ആ ഒരു ഭാഗങ്ങളിലേക്ക്, വെളിയിൽ പെരിച്ചാഴികളോ എലിശല്യമൊക്കെ ഉള്ള ആ ഒരു മാളത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വാർഡ്രോബിൻ്റെ അടിയിൽ കൈയൊക്കെ എത്താത്ത ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഒരു മിക്സ് വെച്ച് കൊടുത്ത് തള്ളി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള പല്ലിശല്യം, പാറ്റശല്യം, അതുപോലെ തന്നെ എലിശല്യമൊക്കെ ഉള്ള ഭാഗത്തേക്ക്, പെരിച്ചാഴി ശല്യമൊക്കെ ഉള്ള ഭാഗത്തേക്ക് നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 100% പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലികളും പെരിച്ചാഴികളൊന്നും വരാത്ത രീതിക്കാകും. അതുപോലെ തന്നെ പല്ലിശല്യം, പാറ്റശല്യം ഒന്നും നമുക്ക് ഉണ്ടാവുമല്ലോ കേട്ടോ. 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണിത്. ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലൻ ടിപ്പ് തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ടിപ്പുകളായിരുന്നു ഇത്. ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ 1-2 യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. വീട്ടിലുള്ള പല്ലികളെയും അതുപോലെ തന്നെ പാറ്റകളെയും എലികളെയും പെരിച്ചാഴികളൊക്കെ തുരത്താൻ പറ്റിയ ഒരു കിട്ടിലൻ ടിപ്പാണ്. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.